ഭോപ്പാൽ എയിംസ് ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവിടെ വനിതാ ജീവനക്കാരുടെ മാല കവർന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ലിഫ്റ്റിലേക്ക് കയറിയ സമയത്ത് നോക്കൂ, മുഖം മറച്ച് ഒരു ആൾ വളരെ പെട്ടെന്ന് ഈ മാല പൊട്ടിച്ചു ഓടുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഒരു സുരക്ഷാ സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല. ഗൈനക്കോളജി വിഭാഗത്തിലെ അറ്റൻഡറുടെ മാലയാണ് ലിഫ്റ്റിനുള്ളിൽ വെച്ച് യുവാവ് മോഷ്ടിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖംമൂടി ധരിച്ചെത്തിയായിരുന്നു കവർച്ച. ആശുപത്രിയിൽ സുരക്ഷാ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട്. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അറ്റൻഡറും ഈ മോഷ്ടാവും ലിഫ്റ്റിലുണ്ടായിരുന്നു. ലിഫ്റ്റ് തുറക്കുന്ന സമയത്ത് ലിഫ്റ്റിന് പുറത്തേക്കിറങ്ങി അവരുടെ കഴുത്തിലെ മാല പിടിച്ചു പറിച്ച് പൊട്ടിച്ച് ഓടുന്ന ദൃശ്യങ്ങളിൽ കാണാം. അതിന് പിന്നാലെ അറ്റൻഡറും ഓടുന്നുണ്ട്. ഇത് ഭോപ്പാലിലെ എയിംസിലാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. പ്രേക്ഷകർക്ക് കാണാം, സ്വർണ്ണമാല മോഷ്ടിച്ചുകൊണ്ട് അയാൾ പോകുന്നുണ്ട്. ലിഫ്റ്റ് തുറക്കുന്ന സമയത്ത് കഴുത്തിൽ മാല പൊട്ടിച്ചോടുന്ന ദൃശ്യങ്ങളാണ്. പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. YS അഭിനന്ദനുണ്ട് കൂടുതൽ വിവരങ്ങൾ. YS അഭിനന്ദ, ഈ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്, അതും എയിംസ് പോലെ ഒരു സ്ഥാപനത്തിൽ, അല്ലേ? അരുൺകുമാർ, തീർച്ചയായിട്ടും എയിംസ് പോലൊരു ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ച വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. ഗൈനക്കോളജി വിഭാഗത്തിലെ അറ്റൻഡറായിട്ടുള്ള സോണി താഴത്തെ നിലയിൽ നിന്ന് 3ാമത്തെ നിലയിലേക്ക് ലിഫ്റ്റിൽ പോകുന്ന വഴി ഈ ഒരു മുഖംമൂടി ധരിച്ച ആൾ കൂടെ ലിഫ്റ്റിൽ കയറുന്നു. അവിടെ നേത്ര വിഭാഗത്തിൽ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചതിന് ശേഷം വളരെ സ്വകാര്യമായിട്ടുള്ള സംഭാഷണമൊക്കെ നടത്തുന്നു. അതിനുശേഷം 3ാമത്തെ നിലയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലേക്ക് മാല കവരുന്ന സാഹചര്യം ഉണ്ടായത്. താലിമാലയാണ് കവർന്നിരിക്കുന്നത്. ഉടൻ തന്നെ അവിടെ ഇയാളുടെ പുറകിൽ ഇറങ്ങി ഓടി. പിന്നീട് ഈ അറ്റൻഡറായിട്ടുള്ള സോണിക്ക് ആളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഉടൻ തന്നെ താഴത്തെ സെക്യൂരിറ്റി ജീവനക്കാരനെ വിവരം അറിയിച്ചു. ബാക്സവായ് പോലീസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എയിംസ് എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം സുരക്ഷയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു ആശുപത്രിയാണ്. അത്തരത്തിലേക്ക് നേരത്തെയും ഇത്തരത്തിൽ ഈ മോഷണ ശ്രമങ്ങൾ അടക്കം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷം. ഈ ഭോപ്പാലും ഒപ്പം തന്നെ മധ്യപ്രദേശിന്റെ വിവിധ ഭാഗങ്ങൾ ഇത്തരത്തിലേക്ക് മോഷണ ശ്രമങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. അത് ഈ മോഹൻ യാദവ് മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതെന്നും ഒരു കള്ളൻ തന്നെ മുഖ്യമന്ത്രിയായാൽ കള്ളന്മാർ പെരുകുമെന്നുമാണ് ഇപ്പോൾ മധ്യപ്രദേശിന്റെ പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഭോപ്പാൽ എയിംസും മധ്യപ്രദേശ് സർക്കാരും വ്യക്തമാക്കുന്നത്. അഭിനന്ദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഭോപ്പാലിലെ എയിംസിൽ ലിഫ്റ്റിൽ നിന്ന് ഈ ഗൈനക്കോളജി അറ്റൻഡറുടെ മാല പൊട്ടിച്ചൊരു മോഷ്ടാവ് കടന്നു കളഞ്ഞു. ഇത്രയും സുരക്ഷയുള്ളൂ എയിംസ് പോലൊരു സ്ഥാപനത്തിൽ?